നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോവിന്ദ, ആകാശിന്റെയും ചാരുമോളുടെയും ജീവിതത്തിൽ ചില അനിഷ്ടങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഇപ്പൊ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ? അതങ്ങനെയല്ലേ വരൂ ബാല. എപ്പോഴും ജീവിതത്തിന്റെ പോക്ക് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഒരു വെയിലിന് ഒരു മഴയെന്നാണല്ലോ. അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ ആയാ മതി. മക്കൾ 4 ആണെങ്കിലും എനിക്ക് സന്തോഷം തന്നിട്ടുള്ളത് ആകാശ. മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല. ഒരച്ഛന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്ത അരവിന്ദൻ രമേശന്റെ കൈ ചെന്ന് പെട്ടതുകൊണ്ട് അശ്വതി ഇങ്ങനെയായി. പിന്നെ അനുമോള്, അവള് പിന്നെ ആകാശനെ പോലെ തന്നെയാ. രമേശ് ഏട്ടാ, ഇനി വാരി വലിച്ച് ലഡുവും ജിലേബിയും ഒന്നും കഴിക്കണ്ട. എന്തായി മോളെ, പോയ കാര്യം? രമേശേട്ടന്റെ ഷുഗർ ഇപ്പൊ നോർമലാച്ചാ. ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ആ, ശ്രദ്ധിച്ച ഇവന് കൊള്ളാം. ഈ പ്രായത്തിൽ ഷുഗർ വന്നാ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റും. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടപ്പോ. നാളെ രാവിലെ മുതൽ എക്സസൈസ് ചെയ്യാൻ പോവാ. അതെ അതെ, എക്സസൈസ് ഒന്നും വേണ്ട. എന്നെ കൂടെ പാടത്തും പറമ്പിൽ ഇറങ്ങി നല്ല മമ്മട്ടിയോട് വൃത്തിയായിട്ട് കിളച്ചാ മതി. അതെങ്ങനെ ശരിയാവും ഗോവിന്ദമാമേ? രമേശേട്ടന്റെ വെള്ള ഷർട്ടിലും മുണ്ടിലും ചെളിയാവൂലേ? അനുമോളെ, പഞ്ചായത്തിന്റെ ഭാവി വൈസ് പ്രസിഡന്റിനാണ് നീ ഊതുന്നത്, അത് ഓർത്തോ. അനുമോളെ, ആകാശം ചാരും റെഡിയായ നോക്ക്. ആ, അച്ഛാ, ദേ കുഞ്ഞാട്ടിന് ചാർച്ചേച്ചി ഇറങ്ങി. ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിലല്ലേ പോണത്? അതെ അച്ഛാ, തിരുവനന്തപുരത്ത് എന്ന ഓഫീസിലേക്കും പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാനും ഒക്കെ ഓൺലൈൻ ക്യാബ് ബുക്ക് ചെയ്യാം. ഏട്ട കന്യാകുമാരിയിലൊക്കെ പോണ്ടോ? ആ, നോക്കട്ടെ. അവിടെ ചെന്ന് ഓഫീസിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് സമയമുണ്ടെങ്കിൽ നോക്കാം, അല്ലേ കാക്കുത്തി? എന്ത് ചെയ്യൂ നീ? സമാധാനപ്പെടും, എന്തെങ്കിലും വഴി നോക്കാം. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ മക്കളെ, ട്രെയിൻ മിസ്സാവണ്ട. ശരി അച്ഛാ. പോയിട്ട് വരട്ടെ. സന്തോഷമായിട്ട് പോയിട്ട് വാ. ചെല്ല് മോളെ, ഇറങ്ങിക്കോ. എന്തത് വാലൂരെല്ലാം പോണണ്ട. വാ, പോയിട്ട് വാ. ശരി അച്ഛാ, പോയിട്ട് വരാം. ഹലോ ദിലീപേ. ആകാശ് സാർ ഇറങ്ങിയോ? ആ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമോ ദിലീപേ? സാറിനോട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോണ്ടെന്ന് ശ്രേയ മാഡം പറഞ്ഞു. പോണ്ടേ? അതെന്താ? ദിലീപേ, നാളെ രാവിലെ ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ ശ്രേയ മാഡം പറഞ്ഞത്. അത് ഹെഡ് ഓഫീസിലേക്ക് എന്നോട് പോകാനാ മാഡം ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. ആകാശ് സാറിന് പുളിങ്കുന്ന് പാലത്തിന്റെ എല്ലാ ചുമതലകളും ഏൽപ്പിക്കാൻ പോവാ. അതുകൊണ്ട് നാളെ രാവിലെ ആകാശ് സാറ് മാഡത്തെ കാണണം. ഒഫീഷ്യൽ മീറ്റിംഗും ഉണ്ട്. തോന്നുമ്പോ പോവാനും പിന്നെ പോണ്ടാന്ന് പറയാനും ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? സോറി സാർ, മാഡം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ സാറിന് പകരമായി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങാൻ പോവാ. വിളിക്കാം സാർ.
കകുതി വാ ഇറങ്ങും. എന്തുപറ്റിയൊക്കെ ചേട്ടാ? എന്താ മോനെ? ചീഫ് എഞ്ചിനീയറുടെ PA വിളിച്ചത് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകണ്ടെന്ന്. അങ്ങനെ അയാൾ പറഞ്ഞ അങ്ങനെ ശരിയാവുന്നു? നിന്നെ ഡ്യൂട്ടി ഏൽപ്പിച്ചത് ചീഫ് എഞ്ചിനീയർ അല്ലേ? ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടാ PA വിളിച്ചത്. എടാ, ആ ചീഫ് എഞ്ചിനീയർ ശ്രേയെ മിടിക്കുക. അവള് കൃത്യസമയത്ത് അത് മുടക്കിയത് കണ്ടില്ലേ? ആദ്യമൊക്കെ ഞാനൊന്ന് ടെൻഷൻ അടിച്ചു. അതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു അല്ലേ മേ? മക്കളെ, നിങ്ങളേതായാലും ഇറങ്ങിയതല്ലേ, യാത്ര മുടക്കണ്ട. ഒഫീഷ്യൽ കാര്യത്തിനല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിന് പോവാലോ. പോയിട്ട് വാ. ഓഫീസിൽ സിക്ക് ലീവ് പറഞ്ഞാൽ മതി. അത് പറ്റില്ല അച്ഛാ. പുളിങ്കുന്ന് പാലത്തിന്റെ സർവേയും ടെൻഡർ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുക. നാളെ രാവിലെ മീറ്റിംഗ് ഉണ്ട്, ചെല്ലാതെ പറ്റില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ലീവ് വിളിച്ചു പറ. ശരിയാവില്ല അച്ഛാ, ലീവ് തരില്ല. തരില്ലേ? മാഷേ, വെറുതെ അവനെ നിർബന്ധിച്ച് വിടല്ലേ. ചെറുക്കന്റെ ജോലി വീണ്ടും കളയല്ലേ. ഒരു പ്രാവശ്യം ജോലി വേണ്ടാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നട്ടെ. ആ ചീഫ് എഞ്ചിനീയറുടെ മുന്നിൽ പോയി മാപ്പ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ല, ഇനിയും ഇപ്പൊ അത് വേണോ? എന്റെ മാഷെ, എന്റെ മോന് സമാധാനവും സന്തോഷവും ഒന്നും അനുഭവിക്കാൻ യോഗമില്ല. ഇവന് സന്തോഷവും സമാധാനം കിട്ടണമെങ്കിലേ ഇവൾ ഇവിടുന്ന് പോണം. ഇവിടുന്ന് മാത്രമല്ല, ഇവന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോണം. ഇവനെ ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാവണമെങ്കിലേ ചാരുമോളല്ല പോകേണ്ടത്. നീയും ഈ നിൽക്കുന്ന ഫ്രോഡും പോയാ മതി. പക്ഷേ വെറുതെ എന്റെ അമ്മയുടെ മെക്കറ്റേറിയലുണ്ടല്ലോ. എന്ത് ചെയ്യും നീ? ഈ വീടിന് നീയും നിന്റെ അമ്മയെ അധികപ്പറ്റി തന്നെ. ദേ മാഷേ, വെറുതെ ഓരോന്ന് പറയല്ലേ. ഹാ, ഒന്നും നിർത്തുന്നുണ്ടോ? ഇതും പറഞ്ഞിവിടെ ആരും വഴക്കുണ്ടാക്കണ്ട. ബാലമാമേ, വഴക്കൊന്നും വേണ്ട. അക്കുച്ചേട്ടാ,